ദളിത് വിരുദ്ധ പരാമർശം നടത്തിയ വി കെ സിംഗിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വി കെ സിംഗിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലാണ് ഏറ്റവും കൂടുതലായി പ്രതിഷേധം നടക്കുന്നത്. പ്രതിപക്ഷ ബഹളം അരങ്ങേറുന്നത്. രാജ്യസഭ 2 തവണ നിർത്തിവെച്ചു. സന്തോഷ് സർലിംഗ് വിശദാംശങ്ങളുമായി ചേരുന്നു. സന്തോഷ്, കടുത്ത നിലപാട് പ്രതിപക്ഷം ഒന്നടങ്കം കക്ഷിഭേദമന്യേ സ്വീകരിക്കുകയായിരുന്നു. എന്താണിപ്പോൾ രാജ്യസഭയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രതീഷ്, ഇന്ന് ഇരുസഭകളും 11 മണിയോടുകൂടി ആരംഭിച്ചു. പക്ഷെ രാജ്യസഭയിലാണ് ഏറ്റവും വലിയ ബഹളം ഉണ്ടായിരിക്കുന്നത്. രാജ്യസഭ 2 തവണ നിർത്തിവെച്ചു. ദളിത് വിരുദ്ധ പരാമർശം നടത്തിയ വി കെ സിംഗിനെ, കേന്ദ്രമന്ത്രി വി കെ സിംഗിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രതിപക്ഷം രാജ്യസഭയിൽ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഭരണപക്ഷം തള്ളി. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി. സ്പീക്കറിന്റെ ചെയറിന് തൊട്ട് താഴെ വരെ പ്രതിപക്ഷാംഗങ്ങൾ നിലയുറപ്പിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇത് തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയറിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പി ജെ കുര്യന് കഴിഞ്ഞില്ല. തുടർന്ന് 11:27 ആദ്യം സഭ നിർത്തിവെച്ചു. വീണ്ടും 11:36 ശേഷം വീണ്ടും ആരംഭിച്ചു. പക്ഷെ അപ്പോഴും സഭയിൽ അതേ ബഹള അന്തരീക്ഷം തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ഒരുപക്ഷെ വിവാദ പരാമർശം നടത്തിയതിനു ശേഷം ഒരു നിലപാട് അല്ലെങ്കിൽ പ്രസ്താവന നടത്തുക, മറുപടി നൽകുക എന്നതിനപ്പുറം അതുപോലും കാത്തു നിൽക്കാതെ പുറത്താക്കുക എന്ന ഏകപക്ഷീയമായ ഒരു നിലപാടിലേക്ക് ആവശ്യവുമായി തന്നെയാണ് ബഹളം വെച്ച് മുന്നോട്ട് പോകുന്നത്. പ്രജീഷ്, തീർച്ചയായും. അതായത് ഈ സംഭവത്തിൽ, ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഇതുവരെ വി കെ സിംഗ് തന്റെ നിലപാട് അറിയിച്ചിട്ടില്ല. ഇന്നലെ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ വിഷയം സംബന്ധിച്ച അസഹിഷ്ണുത വിഷയത്തിൽ മറുപടി നൽകവേ തന്റെ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചെന്ന വി കെ സിംഗിന്റെ പരാമർശം നിലപാട് രാജ്നാഥ് അറിയിച്ചെന്ന രാജ്യസഭയിൽ ഈ വിഷയത്തിൽ ഇതുവരെ നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ബഹളം ഉണ്ടാകും, പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് രാജ്യസഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക്, ബഹളത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ കടന്ന് എന്തായാലും ഇപ്പോൾ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊരാവശ്യം ഇന്ന് രാവിലെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. വിലക്കയറ്റത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന്. ഇത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായിട്ടുണ്ട്. ഇതേ തുടർന്ന് വൈകുന്നേരം 4 മണിക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് രാജ്യസഭ ഉപാധ്യക്ഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലോക്സഭയിലാകട്ടെ ഇന്ന് ചെന്നൈയിലെ വെള്ളപ്പൊക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. ചർച്ച ചെയ്യാമെന്ന് ഭരണപക്ഷം തയ്യാറായിട്ടുണ്ട്. ചോദ്യോത്തരവേള ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ദളിത് വിരുദ്ധ പരാമർശം നടത്തിയ വി കെ സിംഗിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യസഭയിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സഭാ നടപടികൾ 2 തവണ നിർത്തിവെക്കുകയും ചെയ്തു. ലോക്സഭയിലും സമാനമായ രീതിയിൽ വിലക്കയറ്റം വിഷയം ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുകയും തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നൽകിയത്.